ഗൈസ് വാട്സപ്പിലെ മച്ചമ്മക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വില്ലേജ് കണ്ടുപിടിക്കണമെന്നുണ്ട്. നോക്കാം, നമുക്ക് മാക്സിമം നടക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വിരളിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഡേ സ്കിപ്പ് ചെയ്തിട്ടായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ നിർത്തിയത്. അപ്പം ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കെട്ടിപ്പടുത്തി പോകും. ഒരു മിനിറ്റ് ഗൈസ്, ആദ്യം നമുക്ക് കുറേ പണിയുണ്ട്. ഒരു മിനിറ്റ്. ബെഡ് നമുക്കിവിടെ കൈ പിടിക്കാം. എപ്പോഴാണ് ഇവിടെ നിന്ന് അടി വരിക, നീറ്റാവുന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ നടന്നു നോക്കാം. എന്തായാലും നമ്മളവിടെ നിന്നാണ് ഗൈസ് വന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അതിന് മുമ്പ് നമുക്കൊരു ആമിനെ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ശല്യം നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. ഗൈസ് ആകെ ഒരു പുല്ല കിട്ടും. അതിനപ്പോൾ ഞാൻ തല്ലി കൊന്നു. അങ്ങനെ അവൻ്റെ ശല്യം കിട്ടും വിചാരിച്ചിട്ട് ഈ തല്ലി കൊന്നു. നമുക്ക് നടക്കാം. ഒന്നാമത് ഈ ഭയവും ഇഷ്ടമല്ല ഗൈസ്. നമ്മൾ ഇവിടെ തന്നെ വന്ന് സ്പോണായി. നമ്മൾ കടന്നടയാൻ പോവാണ്. മാക്സിമം നൈറ്റായാൽ നമുക്ക് നേരത്തെ തന്നെ കടന്നാൽ തുറന്നു. സ്പോട്ട് ആൾ കഴിപ്പിക്കും. ചെറീസ് ഒരു മിനിറ്റ് ഗൈസ്. ചെറീസ് ഹെൽത്ത് നല്ല രീതിക്ക് പോകുന്നുണ്ട്. നമുക്ക് ഒരു മിനിറ്റ് ഈ ഫർണസ് ഇവിടെ വയ്ക്കട്ടെ. ഫർണസ് കൂടെ ചട്ടിക്കാം. ഫർണസ് ഇതോടെ ഓക്കെ. ഇനി നമുക്ക് ഒരു കാർ എടുത്ത് കൊടുക്കാം. അത് മതിയാവേണ്ടതാണ് വയസ്സ്. ഞാൻ തോന്നുന്നത് ഇത് കത്തിക്കാൻ പറ്റില്ല. ഫുഡ് അത്യാവശ്യം വേണം നമുക്ക്. അത് മതി കഴിച്ച്, പിന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഒന്ന് കത്തിയാവട്ടെ. ചിക്കൻ പിന്നെ തല്ലിക്കൊല്ലാം. ഈ ഒരു ചെറു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടി. ബൈ ബൈ. ഒരു വീക്കിലി ഗൈസ് അവിടെ എന്തായിരുന്നു ഗൈസ്. കറക്റ്റ് ഇരുന്നൊരു കോള്. നമുക്കിതും കൂടി വെച്ചിട്ട് കത്തിക്കാം. കത്തിയാൽ മതിയായിരുന്നു. രാവണം കുറേ നേരം. പക്ഷെ ഇതാണ് ടൈസ് നമുക്കൊന്നും കൂടി നല്ല ബെറ്റർ ഫുഡ്. പെട്ടെന്നത് കഴിഞ്ഞു. ഇങ്ങനെ പിടിക്കുന്നു. നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് സ്കിപ്പ്. കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ചെറീസ് കഴിക്കാം. ചെറീസ് നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ചെറീസ് കഴിക്കാം. കാരണം ഫുഡ് തീരാത്ത ഇടയ്ക്ക് ഫുഡ് കോഴീസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിനി കോഴീസിനെ പിടിക്കാം. കോഴി ഇനി ചക്കടങ്ങി. നമുക്ക് പോണ വഴിക്ക് കണ്ടതിനെയൊക്കെ തല്ലിക്കൊല്ലാം. പക്ഷെ നായനെ തൊട്ടുള്ള കളിയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നായനെ തൊട്ട പണി പാളുന്നു. ഞാനൊരു വട്ടം ഒരു വേൾഡ് തുടങ്ങിയിട്ട് കളിക്കുമ്പോൾ ഒരു നായനെ കണ്ടു. ഒരു രസത്തിന് ഞാൻ വെറുതെ പോയി തല്ലിയത്. നായ ഒക്കപ്പാടെ കൂട്ടത്തിന് വിളിച്ചോണ്ട് വന്ന് തല്ലിക്കൊന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പണിക്ക് നിൽക്കാത്തത്. അവിടുത്തെ എടുക്കാൻ കുറച്ച് പണി. നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് സ്ഥലം കളിയാക്കാം. നല്ലത്. പോണേനൊക്കെ നമുക്ക് തല്ലിക്കൊല്ലാം. പിന്നെ നമുക്ക് ചുറ്റി കറങ്ങി പോകാം. ഇനി ബോട്ട് ഉണ്ടാക്കണ നേരം കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. ഡോഗിനെ കണക്കാൻ നമ്മുടെ കയ്യിൽ ബോണൊന്നുമില്ല, അല്ലെങ്കിൽ കണക്കായിരുന്നു.
ചെറീസ്. ചെറീസൊക്കെ എടുത്തു. നമുക്ക് കൊണ്ട് നടക്കാം. അതിനെ തല്ലിക്കൊല്ലും ഗൈസ്. എന്താ ചെയ്യാലോ. പോകണ വഴിക്ക് ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് മഴ മുട്ടോ. നമ്മൾ അഥവാ എവിടെയെങ്കിലും തമ്പടിച്ച എന്താ ഞാൻ വില്ലേജാണ് വിചാരിച്ചത്. അത് ഫുള്ളായിട്ട് ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വില്ലേജ് വിചാരിച്ചു. വില്ലേജ് ഒന്നും അല്ല, മൈൻക്രാഫ്റ്റ് ചതിച്ചു. കുറേ ഫോക്സുട്ടന്മാരുണ്ട്. ഹെൽത്ത് നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഈ ചെറിയ എടുക്കാൻ പോകുന്നുണ്ട്. നമുക്ക് ആ പശുവിനെ തല്ലി കൊടുക്കും. പശു നിൽക്കട വല്ലതും കിട്ടിയോ? കിട്ടി. പോകാം. ഇവിടുന്ന് പോകാം. പച്ചപ്പുള്ള ഏരിയ അങ്ങനെ കിട്ടി ഗൈസ്. പച്ചപ്പുള്ള അവിടെ എന്തോ കാണുന്ന പോലെയൊക്കെ തോന്നുന്നു. മരമാണ് ഗൈസ്. ഈ ഹെൽത്തിൻ്റെ കാര്യത്തിലാണ് നമുക്ക് ഷുഗർ കെയിൻ എടുക്കാം ആവശ്യം വരും. നമുക്ക് ഷുഗർ കെയിൻ ഫാം നടത്താം. തല്ലിക്കൊല്ല ഓഫ് 2 എന്താ TNT പൊട്ടിയതാ? എന്താ വെള്ളം ഇങ്ങനെ? എന്താ? വെള്ളമാണ് ഗൈസ്. എന്തോ ഒരു ഗ്ലിച്ചാണ്. എന്തായാലും നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലത്തെ മൊത്തം കാണാം. വെള്ളത്തിൻ്റെ അടിയിലത്തെ മൊത്തം കാണാം. ഓക്കെ ഗുഡ്. നൈറ്റാവറായി. ഉറങ്ങാനായിട്ടില്ല. നൈറ്റാണ്. എനിക്ക് മുമ്പ് ഉറങ്ങിയേ പറ്റും. മോക്സ് സ്പോണായ പെട്ട്. എന്താ നൈറ്റാവാത്തത്? നമ്മളങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നത് ബെഡിലായിരുന്നത് കാണായിരുന്നു. ഇവിടുത്തെ ഗ്ലിച്ച് പോയി. മഴ വരുന്നുണ്ടോ എന്ന് സംശയം. അതെന്താ വെള്ളത്തിൽ? ഓക്കെ, മഴയൊന്നുമില്ല. എന്താ തോന്നൽ മാത്രം. മഴ ഉണ്ടോ? വരുന്നുണ്ടോ? എന്തായാലും നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഇതിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഡ്രോൺ ഉണ്ടാവും ഗൈസ്. ഇതാണ് കുഴപ്പം. കുറച്ച് ടെററാ. അവന്മാർ നൈറ്റ് കയറി വരും. അല്ലെങ്കിൽ അവന്മാർ വെള്ളത്തിൻ്റെ അടിയിൽ കളിക്കും. എന്താ അവിടെ? ഒന്നുമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് മാക്സിമം ആൾക്കാരെ തല്ലിക്കൊല്ലുന്നുണ്ട്. എല്ലാ വില്ലേജും കിട്ടിയിരുന്നെങ്കിൽ കളി ഒന്നും കൂടി സ്മൂത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നാമത് അയൺ ഫാം ഉണ്ടാക്കാറില്ല. ഞാൻ കുറേ വേൾഡ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ഫുള്ള് മൂഞ്ചലാണ് ഗൈസ്. എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഏതിലെങ്കിലൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഉണ്ടാക്കണമെന്നുണ്ട്. ഇതിനുള്ള സാധനങ്ങൾ ഞാൻ ഗ്രൈൻഡ് ചെയ്യണം. എനിക്ക് മൈൻക്രാഫ്റ്റ് രസമാണ് ഗൈസ്. അത്യാവശ്യം മെനക്കെടണം. നമ്മളൊരു സർവൈവൽ വേൾഡ് ഇതാക്കും. കുറേ ആയി നമ്മൾ നടക്കുന്നത് ഒരു വില്ലേജ് പോലും കിട്ടിയിട്ടില്ല. ഹങ്കർ നല്ല രീതിക്ക് കുറയുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കാണാനൊക്കെ തല്ലിക്കൊല്ലുണ്ട്. നോക്കട്ടെ. 3 പയ്യനെ കണ്ടു. തല്ലിക്കൊല്ലാം. ആടിന് കിട്ടേണ്ട ഇപ്പം ബെഡായപ്പോൾ ആടിൻ്റെ കളി. ഒരു തേൻകൂട തോന്നുന്നത് കാണുന്നു. പോയേക്കാം. നമുക്ക് ബ്ലാക്കിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ കയ്യിൽ നിന്ന് അറിയാമെന്നല്ലാതെ ബ്ലാക്കിൻ്റെ ഒന്നും ആവശ്യം. ഓക്കെ, ശിറ്റങ്ങളെ ഞാൻ തല്ലിക്കൊല്ലും. ഞാൻ ഹെൽത്ത് പോയി വിചാരിച്ചു.
ഹൈറ്റിൽ നിന്ന് വീണ പോലെ തോന്നിയത്. ഹണി ബീസ്. ആ പോത്തവിടെ, അല്ല പോത്തല്ല, പന്നിയുടെ. പന്നീനെ കാണാനില്ല. പിങ്ക് കോളുണ്ട് ഗൈസ് അവിടെ. കോള് മൾട്ടിയിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. അയ്യോ, ഹെൽത്ത് പോയില്ല, ഭാഗ്യം. ഗൈസ് പംകിന് കാണുന്നുണ്ട്. സ്റ്റെപ്പ് പോലെ ഗൈസ് ആരെ കളിച്ച് നിർത്തിയവിടെ. മൈൻഡ് ചെയ്ത് പോകണോ വേണ്ടല്ലേ? നമുക്ക് എന്തായാലും ഒരു വില്ലേജ് പറ്റണ പോലെ കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് നമുക്കൊരു മൈനിങ് ലൈൻ ഉണ്ടാക്കിയിട്ട് ഡയമണ്ടൊക്കെ കണ്ടുപിടിക്കും. ഒരു മിനിറ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇയർഫോണിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഈ ഇയർഫോണിൻ്റെ ചെവിന്ന് ഊരി പോവുക. അപ്പം ഞാൻ ഈ നേരെയാക്കുന്ന നേരം ഗെയിം 5 മിനിറ്റ് നിൽക്കുക. അതാ കുഴപ്പം. നമുക്കിനെന്തായാലും ഞാൻ അടുത്തു ഒരു മിനിറ്റ് അങ്ങോട്ട് നമുക്ക് അപ്പുറത്തേക്ക് കാര്യമാക്കാൻ സ്ഥലം. കോൾ അത്യാവശ്യം കിട്ടിയത് മതി. നമുക്ക് ഫുഡൊക്കെ അടിച്ചു പോകാം. കുറച്ച് ആട് ഒരു സ്വാഡും കൂടി ഉണ്ടാക്കി കൈ പിടിക്കണം വയസ്സ് നടക്കൂലല്ലാതെ. ഇനി നമുക്കൊരു സ്വാഡ് ഉണ്ടാക്കാം. സ്വാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇവിടെ ആക്കി വയ്ക്കാം. ഹണീസ് വൈസ് കോഴ് പോയി തൊട്ടാൽ കളിച്ചെങ്കിൽ കൊല്ലും വയസ്സ്. എവിടെ ഇത്? തേനില്ല, കണ്ടിട്ട് തേനില്ല. പക്ഷേ കൂട് നശിപ്പിക്കാൻ വൈബ് സ്ഥലം. നമുക്ക് ലാഭം ഉണ്ടോ അവിടെ? ഇല്ല. ഒരു വില്ലേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്പേസ് ആയിരുന്നു വയസ്സ്. വീടും ഉണ്ടാക്കാൻ പറ്റും, കുഴപ്പമില്ല. നല്ല മൗണ്ടെയ്ൻസും നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. ഡയമണ്ടൊക്കെ പെട്ടെന്ന് കിട്ടുമായിരുന്നു. എന്താ പറഞ്ഞിട്ട് കാര്യം, വില്ലേജൊന്നും കാണില്ല. നടക്കുന്നത് എന്താ സൂര്യകാന്തി. നമ്മുടെ ഒറ്റപ്പെട്ട മഴ. പംകിൻ ഇഷ്ടം പോലെ ഉണ്ട്. പംകിൻ ഉള്ളിടത്ത് വില്ലേജ് ഉണ്ടാവുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ശരിയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റിലയക്കാൻ. എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു കേവിലെത്തി. കേവിലിറങ്ങി പോണത് കുറച്ച് വേണ്ട, ഇറങ്ങി പോകണ്ട. അത് വെള്ളം തോന്നുന്നു. എന്തായാലും ഞാൻ പോകുന്നില്ല. അതിക്ക് പണിയാവാൻ നല്ല സാധ്യതയുണ്ട്. ലാവ അമ്മേ, നമുക്ക് നൈസായിട്ടുള്ള സ്ഥലം കളയാം. ഇവിടെ ഫുള്ള് സൂര്യകാന്തിയാണ് ഗൈസ്. ഒരു വില്ലേജ് കിട്ടിയിരുന്നൊക്കെ സെറ്റായി. മരത്തിന് ക്ഷാമണ്ട. അമ്മേ പോയില്ല, കിളത്ത് പോയി. ഇതൊരു കേവാണ് കണ്ടിട്ട്. പക്ഷെ ഇത് പോണ്ട, സീനാവും. അതുകൊണ്ട് പോയി അടി കിട്ടില്ലാവൻ. ഇത്രയും നേരം കളിച്ചതൊക്കെ വെറും ശൂന്യമായി പോകും. അതാണ് വയസ്സ്. ഈ കേവാണ് നമ്മൾ നേരത്തെ കണ്ട കേവ്. പോകാൻ നേരെ കയറി നോക്കാം അവിടെ എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടോ. കുറേ കേവ് ഉണ്ട് ഗൈസ്, പക്ഷെ വില്ലേജ് മാത്രം ഇല്ല. ഇതിപ്പോൾ ജാവ ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു. ജാവ ആണെച്ചാൽ നമുക്ക് സീനൊക്കെ പിടിച്ച് സൂമാക്കി കാണാം. ഇതിലത് പറ്റൂല. നടന്ന് തന്നെ പോകണം. സവാനയിലെത്തി തോന്നുന്നു. അധികം വൈകാതെ വില്ലേജ് കിട്ടേണ്ടതാണ്. ഏത് പ്ലേസ് ഇവിടേക്കാണ് ഡയമണ്ടൊക്കെ ഉണ്ടാവുക. ഡയമണ്ട് അയാളൊക്കെ പെട്ടെന്ന് കിട്ടുമെന്ന് തിരിയും.
നമുക്ക് അതുവഴി പാസ് ചെയ്യാൻ സ്ഥലമുണ്ടോ? ഓ ടെറാക്കോട്ട അല്ലേ അതോ ഡയറക്റ്റോ? ഇത് കണ്ടിട്ട് ഇതെന്താ ബ്ലോക്ക്? വേണ്ട, ഇത് മനസ്സിലായി. ഇത് കോഴ്സിലിട്ട് അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ, അതാണ് തോന്നുന്നു. അയ്യോ അങ്ങോട്ട് വഴിയില്ലേ? പക്ഷേ ഇവിടെ ഒരു അയൺ പോലും ഇല്ല, വെറുതെ വന്ന്. എല്ലാ അയണും എല്ലാം കിട്ടിയിരുന്നു. എന്ത് നല്ല മൈൻക്രാഫ്റ്റ് ആയിരുന്നു. ഹെൽത്ത് നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇതെന്താ? ഞാൻ വില്ലേജ് വിചാരിച്ചു. വില്ലേജൊന്നും കിട്ടണില്ല, എനിക്ക് ഭാഗ്യമില്ല. വില്ലേജ് പവർ വില്ലേജ്. അങ്ങനെ കുറേ നേരത്തിൻ്റെ യാത്രയ്ക്ക് ശേഷം വില്ലേജ് എത്തി. നമുക്ക് ആരും തന്നെ പോയി വീട്ടെടുക്കാം. നമുക്ക് അങ്ങനെ ഫുഡൊക്കെ സെറ്റായി. ഇവിടെ പണിക്കാരുണ്ട് തോന്നുന്നു. പറ്റിയ ബയോമാട്ടത് കണ്ട്. ഈ സീഡ് അങ്ങോട്ട് തന്നെ നട്ട് വെച്ചേക്കാം. നമുക്ക് ബെഡ് വെച്ചിട്ട് കിടന്നുറങ്ങും. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആളുന്ന ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മൂന്നാമത്തെ എപ്പിസോഡിൽ കാണാം. ബൈ.